തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളും അവരുടെ ബോട്ടുകളുമൊക്കെ ശ്രീലങ്കൻ സൈന്യത്തിന്റെ അല്ലെങ്കിൽ നേവിയുടെ പിടിയിലാവുന്നത്, കോസ്റ്റ് ഗാർഡിന്റെ പിടിയിലാവുന്നത് ഒരു സ്ഥിരം വാർത്തയായി മാറുകയും അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ചർച്ചയാവുന്ന മറ്റൊരു പ്രധാന സംഭവം കൂടിയുണ്ട്. അതാണ് കച്ചത്തീവ്. നമ്മൾ വളരെ മുമ്പ് തന്നെ സംസാരിച്ചൊരു വിഷയമാണ് കച്ചത്തീവ്. കച്ചത്തീവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില വിവരങ്ങൾ പുറത്തു വന്നതാണ് പുതിയ വിവാദങ്ങൾക്ക് കാരണം. കച്ചദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള ഒരു ചെറിയ ദ്വീപാണ്. ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ, ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്ന ഈ ദ്വീപ് 1974 ഇന്ത്യ ശ്രീലങ്കയ്ക്ക് കൈമാറുന്നത്. അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ചെയ്ത ഏറ്റവും വലിയ വിഡ്ഢിത്തങ്ങളിൽ ഒന്നായിട്ട് തന്നെയാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. കച്ചദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറിയത് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ വിഷയമായിട്ട് ഇപ്പോൾ മാറുകയാണ്. കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും എത്ര നിസാരമായിട്ടാണ് കച്ചത്തീവ് അവർ ലങ്കയ്ക്ക് വിട്ടുകൊടുത്തതേ എന്നും പ്രധാനമന്ത്രിയുടെ വിമർശനമുണ്ടായതോടെ വീണ്ടും ചർച്ചയാവുകയാണ് കച്ചത്തീവ്. 50 വർഷം മുമ്പത്തെ കരാറാണ് ഇപ്പോൾ രാജ്യത്ത് സജീവമായി ചർച്ചയാവുന്നത്. ഇന്ത്യയുടെ രാമേശ്വരത്തിന് സമീപം ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയില മാന്നാർ കടലിടുക്കിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ദ്വീപാണ് കച്ചദ്വീപ്. കച്ച എന്ന് പറയുന്നത് അഴുക്ക് നിറഞ്ഞ പ്രദേശം എന്ന അർത്ഥത്തിലാണ്. കച്ചത്തീവ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 1956 ഈ ദ്വീപിനുമേൽ ആദ്യമായിട്ട് അന്നത്തെ സിലോൺ ഗവൺമെന്റ് അവകാശവാദം ഉന്നയിക്കുന്നത്. 1947 സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യയുടേതായി നിലനിർത്തിയിരുന്ന ഒരു ദ്വീപാണിത്. പക്ഷെ 56 ശ്രീലങ്കൻ ഗവൺമെന്റ്, അന്ന് സിലോൺ ഗവൺമെന്റ് ആണ് അവകാശവാദം ഉന്നയിക്കുന്നത്. പിന്നീട് കച്ചത്തീവിൽ ഇന്ത്യയും ശ്രീലങ്കയും ഒരുപോലെ താല്പര്യങ്ങൾ ഉന്നയിക്കുന്നു. ഇരു കൂട്ടരും പക്ഷേ സൈന്യത്തെയോ പോലീസിനെയോ ഒന്നും അവിടെ ഉപയോഗിച്ചില്ല. പകരം 1968 ഇന്ത്യ നമ്മുടെ സമുദ്രാതിർത്തി 20 കിലോമീറ്റർ ആക്കി വർദ്ധിപ്പിക്കുന്നു. അതോടെ വീണ്ടും കച്ചത്തീവ് പ്രശ്നം സജീവമാവുകയാണ്. 1970 സിലോൺ അഥവാ ശ്രീലങ്ക അവരുടെ സമുദ്രാതിർത്തി 19.2 കിലോമീറ്റർ ആക്കുന്നു. അങ്ങനെ തർക്കം രൂക്ഷമാവുന്നു. പ്രശ്നപരിഹാരത്തിനായിട്ട് വലിയ ചർച്ചകൾ നടന്നു. 1974 വരെ അത് നീണ്ടു. 1974 ജൂലൈ 28 ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി സിരിമാവോ ഖണ്ഡാരൻ നായകയും ചേർന്നുകൊണ്ട് ഒരു കരാറിൽ ഒപ്പുവെച്ചു. ഇതനുസരിച്ച് കച്ചത്തീവ് ശ്രീലങ്കയുടേതായി തീർന്നു. ഇന്ദിരാഗാന്ധി അവരുടെ ഭരണകാലയളവിലെടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും ബുദ്ധിശൂന്യമായ തീരുമാനമായി പിൽക്കാലത്ത് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. അതിന്റെ കാരണം തമിഴ്നാട്ടിലെ മീൻപിടുത്തക്കാർക്ക് വളരെയധികം സഹായകരമായിരുന്ന ദ്വീപാണ് കച്ചദ്വീപ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജിയോ പൊളിറ്റിക്സിലും ഇന്ത്യക്ക് വളരെയധികം അഡ്വാൻറ്റേജ് നൽകാൻ ഇടയുണ്ടായിരുന്ന ഒരു ദ്വീപാണത്. തമിഴ്നാട്ടിലെ മീൻപിടുത്തക്കാർക്ക് നേരെ ശ്രീലങ്കൻ സേന നടത്തുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് കച്ചത്തീവ് ഇന്ത്യ തിരിച്ചു പിടിക്കണമെന്ന് അടുത്തിടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. ഇതിപ്പോൾ സ്റ്റാലിന് തന്നെ തിരിഞ്ഞുകുത്തുകയാണ്. 1974 ഉടമ്പടി പിൻവലിച്ച് കച്ചത്തീവ് വീണ്ടെടുക്കണമെന്നുള്ള തമിഴ്നാട് DMKയുടെ ഇപ്പോഴത്തെ ആവശ്യം ഒരു വലിയ സത്യത്തിലേക്ക് വെളിച്ചം വീശുന്നതിന് കാരണമായി. കച്ചത്തീവ് കൈമാറ്റവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ ശേഖരിച്ച വിവരാവകാശ രേഖകൾ അനുസരിച്ച് കരുണാനിധി, അതായത് DMKയുടെ സ്ഥാപകൻ കൂടിയായിട്ടുള്ള കരുണാനിധി ഈ ഒരു കരാറിനെ അനുകൂലിച്ചിരുന്നു എന്നാണ്. അതായത് കച്ചത്തീവ് ശ്രീലങ്കയ്ക്ക് കൈമാറുന്നതിനെ ഇന്നത്തെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ പിതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി കരുണാനിധി അനുകൂലിച്ചിരുന്നു എന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ അടക്കം രൂക്ഷമായി കടന്നാക്രമിച്ചിരുന്നു. ഇന്ത്യയുടെ കെട്ടുറപ്പും അഖണ്ഡതയും താല്പര്യങ്ങളും ദുർബലപ്പെടുത്തുന്നതാണ് 75 വർഷമായി കോൺഗ്രസ് പ്രവർത്തന രീതി എന്ന് പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അതോടൊപ്പം തന്നെ DMKക്കെതിരെയും പ്രധാനമന്ത്രി വിമർശനങ്ങൾ ഉന്നയിച്ചു. തമിഴ്നാടിന്റെ താല്പര്യം സംരക്ഷിക്കാനായി ഭരണകക്ഷിയായ DMK ഒന്നും ചെയ്തില്ല എന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. കച്ചത്തീവ് ദ്വീപ് ശ്രീലങ്കയ്ക്ക് കൈമാറിയ വിഷയത്തിൽ പുറത്തുവരുന്ന പുതിയ വിശദാംശങ്ങളിലൂടെ DMKയുടെ ഇരട്ടത്താപ്പ് പൂർണ്ണമായും വെളിപ്പെടുകയാണ്. DMK കരാറിനെ പരസ്യമായി എതിർത്തപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി കരുണാനിധി കരാറിന് അനുമതി നൽകിയതിനെ അനുകൂലിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം പറയുന്നത്. കോൺഗ്രസും DMKയും കുടുംബ യൂണിറ്റുകളാണ്. തങ്ങളുടെ മക്കളെയും കുടുംബാംഗങ്ങളുടെയും ഉയർച്ചയാണ് അവർക്ക് പ്രധാനം. മറ്റൊന്നും അവർക്ക് ഒരു വിഷയമേ അല്ല. കച്ചദ്വീപിനോടുള്ള DMKയുടെ നിസ്സംഗത നമ്മുടെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും അവരുടെ താല്പര്യങ്ങളെയും ഖനിച്ചിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. സത്യത്തിൽ വളരെ നിസ്സാരമായിട്ട് കച്ചദ്വീപ് എന്ന ദ്വീപിനെ ശ്രീലങ്കയ്ക്ക് കൈമാറിയപ്പോൾ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അന്ന് ഇന്ദിരാഗാന്ധി പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. അത്തരത്തിൽ എടുത്തുചാട്ടത്തിന്റെ ഫലമായോ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് വേണ്ട വിധത്തിൽ ചിന്തിക്കാതെയോ ചെയ്ത പല തീരുമാനങ്ങളും രാജ്യത്തിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ കാര്യത്തിലാണെങ്കിലും ശരി,
ബംഗ്ലാദേശിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, അതിപ്പോൾ കച്ചദ്വീപ് പോലെയുള്ള ദ്വീപുകളുടെ കാര്യത്തിലാണെങ്കിലും ശരി, പലപ്പോഴും നമുക്ക് രാജ്യ താല്പര്യങ്ങളെ മുൻനിർത്തിയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമായിരുന്ന സന്ദർഭങ്ങളിൽ അത് ചെയ്യാതെ വലിയ വിശാല മനസ്കത കാണിച്ചതും നിഷ്പക്ഷത കാണിച്ചതുമൊക്കെ രാജ്യത്തിന് തിരിച്ചടിയായിട്ടേ ഉള്ളൂ. ഇതിപ്പോൾ കച്ചദ്വീപ് തന്നെ ഇന്ത്യയുടെ കൈവശമുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്രയും വലിയ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് തിരിച്ചെടുക്കുക, പിടിച്ചെടുക്കുക എന്നൊന്നും പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. പക്ഷെ അത് കൈമോശം വരാതെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ളവർക്ക് പറ്റിയ വീഴ്ചയാണ് ഇന്ന് രാജ്യത്തിനെ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ നടത്തുന്നത് എന്നത് പറയാതെ വയ്യ. എന്തായാലും കച്ചദ്വീപ് വിഷയത്തിൽ DMK കനത്ത പ്രതിരോധത്തിൽ തന്നെയാണ്.